من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സത്യത്തെ പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തുന്നത് എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമങ്ങളും എല്ലാം പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുണ്യ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. നന്മ ആഗ്രഹിക്കുന്നവർക്ക് വമ്പിച്ച അവസരങ്ങളും നന്നാകാൻ കൊതിക്കുന്ന ആളുകൾക്ക് വലിയ അവസരങ്ങളുമായാണ് ഓരോ റമദാനിലും നമ്മൾ പ്രവേശിക്കുകയുള്ളത്. അങ്ങനെയാണ് റമദാനിനെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രവേശിക്കാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുമെന്നാണ് റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന. റമദാൻ വന്നെത്തിയാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക് തുറക്കപ്പെടുകയും വഹുല്ലിഖത് അബ്വാബുൻ നാർ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും
وصفدت الشياطين പിശാചുക്കൾ ശൈത്താൻ ബന്ധിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ആ മാസത്തിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ കുറഞ്ഞു വരുമെന്നതാണ്. അതേപോലെ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ വളരെയധികം കൂടുതലും ധാരാളം സാഹചര്യങ്ങളും അവസരങ്ങളും ഈ മാസത്തിലുണ്ട്. തിന്മ കുറക്കുവാനും നന്മ ധാരാളക്കണക്കിന് വളർത്തിയെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്ന് വിളിച്ചു പറയുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസമായാൽ അതിന്റെ ഓരോ രാത്രിയിലും ആകാശത്തു നിന്ന് അല്ലാഹു ഇപ്രകാരം വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി ഹലുമ്മ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ, നിങ്ങൾ മുന്നോട്ടുമായി അതിലേക്ക് മുന്നോട്ട് നിങ്ങൾ വരിക. വയാ ബാഗിയൽ ശർരി അഖ്സിർ, അല്ലയോ തിന്മ കൊതിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ തിന്മകൾ ചുരുക്കുകയും ചെയ്യുക എന്ന് ആകാശ ലോകത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്ന ദിനരാത്രങ്ങളുടെ മാസമാണ് റമദാൻ. ഇത്രയും അനുഗ്രഹീതമായ മാസമായ റമദാനിലാണ് അല്ലാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതാകും റമദാൻ ശഹ്റുൻ മുബാറകുൻ, റമദാൻ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസം. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ എന്നത് നമ്മുടെ ഒരു വെളിപ്പാടകലെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ റമദാൻ പ്രിയമുള്ളവരെ, മുൻ കഴിഞ്ഞ റമദാനുകൾ പോലെ ആകരുത് എന്നത് ഇപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഒരു നീയത്ത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുക്കത്തോടുകൂടി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നന്മയും പരിശുദ്ധ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, തിന്മകളിൽ അകപ്പെട്ടു പോകരുത്. നന്മ ചെയ്യുവാനുള്ള ധാരാളക്കണക്കിന് അവസരങ്ങൾ, ആ ഓരോ അവസരങ്ങളും അതിനെ മുതലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് നാം ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിലൊന്നാണ് നോമ്പ് ഖളാ വീട്ടുവാനുള്ള ആളുകൾ അത് പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ, പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് നോമ്പുകൾ ഖളാ വീട്ടുവാനുണ്ടാവുക. പുരുഷന്മാർക്കില്ല എന്നതല്ല, പുരുഷന്മാർക്ക് ആ സാഹചര്യങ്ങളിൽ കടന്നുപോയവരുണ്ടെങ്കിൽ പല കാരണത്താലും അസുഖബാധിതരായി ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത്തരം ആളുകളും നോമ്പ് ഖളാ വീട്ടുവാൻ പ്രത്യേകം ഈ റമദാൻ വരുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പ്രസവവും അതുപോലെ ഹൈദും നിഫാസും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നുപോയവരുണ്ടെങ്കിൽ അവർക്കും എത്രയാണ് നോമ്പ് ബാക്കിയുള്ളത് ആ നോമ്പ് പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കണം പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾ, നോമ്പ് ഖളാ വീട്ടാനില്ലാത്ത ആളുകൾ ഒരു സുന്നത്ത് നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു മാസമാണ് ഈ ശഅബാൻ മാസം എന്നത്. റമദാനിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ ഈ നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം
ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്നത് ശഅബാനിലായിരുന്നു എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്മല സിയാമ ശഹരിൻ ഇല്ല റമളാൻ വമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. റമളാനിലല്ലാതെ ഒരു മാസം പരിപൂർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. റമളാനിൽ മാത്രമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനും അതിന്റെ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അല്ലെങ്കിൽ 29 വരെ പരിപൂർണമായും നോമ്പ് നോറ്റത് റമളാനിൽ മാത്രമാണ് എന്ന്. അതേപോലെ വമാ റഅയ്തു അക്സറ സിയാമൻ മിൻഹു ഫി ശഅബാൻ, ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസം നോമ്പനുഷ്ഠിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ റമളാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് അത് ശഅബാൻ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നോമ്പെടുക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം അതും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞതായി കാണാം. كان أحب الشهور إلى رسول الله صلى الله عليه وسلم أن يصومه شعبان ثم يتلوه برمضان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പെടുക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാസം അത് ശഅബാനാണ്. കാരണം എന്താണ്? പിന്നെ അതിനെ ശഅബാനിനെ റമളാനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധിപ്പിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ശഅബാനിലൂടെ കടന്നു വന്ന നോമ്പ് നോറ്റ് ആ നോമ്പിലൂടെ റമളാനിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കും. അങ്ങനെ ആ നോമ്പ് ധാരാളമായി നോമ്പെടുക്കാൻ ശഅബാൻ മാസത്തെ ഇഷ്ടപ്പെടാൻ കാരണം അതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. അതേസമയം ഇനി വരുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ശഅബാൻ പകുതി പിന്നിട്ടാൽ പിന്നെ നോമ്പ് എടുക്കുന്നതിൽ വിലക്കുണ്ട് എന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم إذا انتصف شعبان فلا تصوموا. أبو داود رواية الحديث إذا انتصف شعبان فلا تصوموا. شعبان പകുതി പിന്നിട്ടാൽ പിന്നെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. ശഅബാൻ പകുതിക്ക് ശേഷം തീരെ നോമ്പെടുക്കാൻ പാടില്ല എന്നതല്ല ഈ ഹദീസിന്റെ ഉദ്ദേശം. മറിച്ച് ശഅബാനിൽ നേരത്തെ നോമ്പെടുത്ത് തുടങ്ങിയ ആളുകൾ, ശഅബാൻ ആദ്യം മുതൽ 1 മുതൽ അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ 10 മുതലൊക്കെ നോമ്പെടുത്ത് തുടങ്ങിയ ആളുകൾ, അതുപോലെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും നോമ്പെടുത്ത് ശീലമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒന്നിടവിട്ട് നോമ്പെടുക്കുന്ന അത് അങ്ങനെ ഒന്നിടവിട്ട് നോമ്പ് എടുക്കുന്നവർ, അങ്ങനെ ശീലമുള്ള ആളുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ റമളാനിൽ ഖളാ വീട്ടുവാനുള്ള കടമുള്ള ആളുകൾ, അവർക്കും ശഅബാൻ പകുതി പിന്നിട്ടാൽ നോമ്പെടുക്കാവുന്നതാണ്. അതേസമയം ഇതുവരെ നോമ്പെടുക്കാത്ത ആളുകൾ റമളാൻ അടുത്തു നിൽക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ ഈ നോമ്പ് ആരംഭിക്കുന്നതിന് വിലക്കുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് റമളാനിന് തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തതഖദ്ദമന്ന അഹദുകും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ അൻ യകൂന റജുലൻ കാന യസൂമുഹു സൗമഹു ഫല്യസും ദാലിക യൗം. നിങ്ങളിൽ ഒരാളും റമളാനിൽ 1-2 ദിവസം, റമളാനിന്റെ 1-2 ദിവസം മുമ്പ് നോമ്പ് കൊണ്ട് നിങ്ങൾ മുൻകടന്നു പോകരുത്. റമളാനിന്റെ മുമ്പ് ഉള്ള 2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ നോമ്പ് കണ്ട് റമളാനിൽ നിങ്ങൾ മുൻകടന്നു പോകാൻ പാടില്ല.
സ്ഥിരമായി നോമ്പെടുക്കുന്നവനൊഴികെ അവൻ ആ ദിവസം നോമ്പെടുത്തുകൊള്ളട്ടെ, അവന് നോമ്പെടുക്കുന്നതിന് പ്രശ്നമില്ല, അതിന് തടസ്സമില്ല എന്നതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപക്കറകൾ കഴുകിക്കളയണം. റമദാൻ ആയിട്ട് നന്നാകാം എന്ന ചിന്തയിലാണ് പലരും ഉണ്ടാവുക. റമദാൻ ആകട്ടെ, എന്നിട്ട് നന്നാകാം, എന്നിട്ട് തോന്നിവാസങ്ങളെ കൊണ്ട് മാറി നിൽക്കാം എന്ന ചിന്ത പല ആളുകൾക്കുണ്ടാകാറുണ്ട്. എന്നാൽ നമുക്കുണ്ടാകേണ്ട ചിന്ത നന്നായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാം എന്നതാണ്. റമദാനായിട്ട് നന്നാകാനല്ല, ഇപ്പൊ തന്നെ നന്നാവാം. എല്ലാ വൃത്തികേടുകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാക്കുകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിന്ന് നന്നായിട്ട് ഏറ്റവും നല്ലവനായി ആ റമദാനിലേക്ക് പ്രവേശിക്കാം എന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയെ നമ്മൾ മാറ്റണം. കാരണം മാനസികമായ ശുദ്ധി എന്നത് ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമാണ്. ആ മാനസികമായ ശുദ്ധി ഇല്ല എങ്കിൽ ആ പ്രവർത്തനങ്ങൾ ബാത്തിലായി മാറും. അതുകൊണ്ട് മാനസികമായ ശുദ്ധിയോടെ ഇല്ല റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ആ റമദാൻ കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ആത്മാർത്ഥമായ തൗബയിലൂടെ പാപങ്ങളിൽ നിന്ന് അകന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിച്ച് റമദാനിലേക്ക് പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. തൗബ ചെയ്താൽ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അത്തായിബു മിനദ്ദൻബി കമൻ ലാ ദൻബ ലഹു. പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പാപങ്ങളിൽ ശിക്ഷകളൊക്കെ ചെയ്തിട്ടുണ്ട്, ധാരാളമായി അല്ലാഹുവിനോട് അക്രമം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പാപമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കുകയും അവൻ ഏതുപോലെയാണ്, പാപങ്ങളൊന്നും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുവാൻ ഉള്ള കാരണവും അതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതൻ ആകുന്നതോടൊപ്പം തന്നെ നിർബന്ധമായ നമസ്കാരങ്ങൾ, അതുപോലെ ആ നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിയുന്നതും ജമാഅത്തായി നമസ്കരിക്കുകയും അതോടൊപ്പം റവാത്തിബ് സുന്നത്തുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും ഉണ്ടാകണം. നമസ്കാരത്തോടനുബന്ധിച്ചുള്ള 12, 14 സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ, അത് നമ്മൾ അതോടൊപ്പം ശീലമാക്കണം. അത് ധാരാളമായി വർദ്ധിപ്പിക്കണം. നമ്മൾ എല്ലാ നമസ്കാരത്തിനും നാം പള്ളി വരുമ്പോൾ പള്ളിയോടൊരു ബാധ്യതയുണ്ട്. തഹിയ്യത്ത് നമസ്കാരം 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാം. അതുപോലെ തന്നെ ഫർദ് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ, അത് നമ്മൾ ശീലമാക്കണം. അങ്ങനെ ഫർദ് മാത്രമാക്കി മാറ്റാതെ സുന്നത്തുകളും ശീലമാക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി മുറിഞ്ഞ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ സാധിക്കണം. റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ആ പുണ്യ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കപ്പെടാത്തവർ ആയി നമ്മൾ മാറരുത്. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ആ സ്വീകരിക്കുവാനുള്ള കാരണങ്ങളിൽ നിബന്ധനകളിൽ വെച്ചൊരു ഒരു നിബന്ധനയാണ് കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കണം. ആ സ്വീകരിക്കാതെ തടഞ്ഞു നിർത്തപ്പെടുന്ന ആളുകൾ, അത് ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, അവിടെ കർമ്മങ്ങൾ നാം സ്വീകരിക്കുകയില്ല. പ്രത്യേകിച്ചും കുടുംബബന്ധം മുറിച്ചവനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കുടുംബബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. മൻ വസലകി വസൽഹു
ആര് നിന്നോട് ബന്ധം ചേർത്തുവോ അവനോട് ഞാൻ ബന്ധം ചേർക്കും. ആര് നിന്നോട് ബന്ധം മുറിച്ചുവോ അവനോട് ഞാനും ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവുമായുള്ള ബന്ധം മുറിഞ്ഞവരായി നാം നോമ്പെടുത്തിട്ട് സഹോദരങ്ങളെ യാതൊരു കാര്യവുമില്ല. അല്ലാഹുവുമായുള്ള ബന്ധം, ആ ബന്ധം ചേർക്കണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായി കുടുംബക്കാരുമായി ഉള്ള ബന്ധം ആരെങ്കിലും മുറിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എത്രയോ കുടുംബ പ്രശ്നങ്ങളാണ്. ഭാര്യമാരുമായുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളുമായുള്ള പ്രശ്നങ്ങൾ, ജ്യേഷ്ഠനനിയന്മാരുമായുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകൾ, കണ്ടാൽ സലാം പറയാൻ പോലും മുകൾ തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് സ്വതക്ക കൊടുത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നത് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് കുടുംബബന്ധം അനിവാര്യമാണ് എന്നത് ഹദീസിൽ കാണാം. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال لا يدخل الجنة خاتم رحم കുടുംബബന്ധം മുറിച്ചവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരിമാരെ, പോയി കാണേണ്ടവരെ പോയി കാണുകയും അല്ലാത്തവരുമായി പോയി ബന്ധപ്പെട്ട് കുടുംബബന്ധം പുലർത്തുവാനും ഒഴിഞ്ഞുപോയ അറ്റുപോയ കണ്ണികളെ ചേർത്തുവാനും നമുക്ക് സാധിക്കണം. അത് പരിശുദ്ധ റമദാനിൽ കടക്കുന്നതിന് മുമ്പ് അതിൽ നമുക്ക് സാധിക്കണം. മാതാപിതാക്കളുമായുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുവാനും മാപ്പാക്കുവാനും വിട്ടുവീഴ്ച കൊടുക്കുവാനും സാധിക്കണം. കാരണം മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേക ഊന്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നൽകിയത് നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ റമദാൻ സഹോദരങ്ങളെ അത് ഗുദാവിലായി പോകും എന്നത് നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ കോപവും നമുക്ക് മാതാപിതാക്കളുടെ ബന്ധത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. കാണാം, റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. പ്രിയമുള്ള മക്കളെ, നമ്മളെ മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കോപം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മോട് കോപിക്കും. മാതാപിതാക്കൾ നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മോട് സന്തോഷം കാണിക്കും. റബ്ബിന്റെ തൃപ്തി കിട്ടും. മാതാപിതാക്കൾ നമ്മൾ ദേഷ്യത്തിലും കോപത്തിലുമാണെങ്കിൽ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായി സഹോദരങ്ങളെ, പിണക്കങ്ങൾ അവസാനിപ്പിക്കണം. കൂട്ടുകാർ, അയൽക്കാർ, സഹപ്രവർത്തകർ, അങ്ങനെ തുടങ്ങി നാം ദുനിയാവിൽ ഇടപഴകുന്ന ആളുകളുമായി പിണക്കങ്ങളുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കാൻ നമ്മൾ മുൻകൈയെടുക്കണം. അത് അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഒരു മുസ്ലിം എന്നത് തന്റെ സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകൾ നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക ثلاث ലയാലി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ അല്ലാഹു റസൂൽ പറയുന്നു, ലാ യഹില്ലു ലിറജുലിൻ, തന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ എന്നത് ഒരു മുസ്ലിമിന് അനുവദിച്ച കാര്യമല്ല, അത് അനുവദനീയമായതല്ല എന്ന. അതുകൊണ്ട് 3 ദിവസത്തിലും കൂടുതൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഒന്ന് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, എനിക്ക് കാണണ്ട ആ മയ്യിത്ത് എന്ന് പറയുന്ന ആളുകൾ, അവന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെ സഹോദരങ്ങൾ ഒരു വിട്ടുവീഴ്ച നമ്മൾ നൽകാൻ, നമ്മൾ വിട്ടുവീഴ്ച നൽകുകയില്ല എങ്കിൽ, നമ്മോട് നമ്മൾ വിട്ടുവീഴ്ച കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
റബ്ബ് നമ്മോട് വിട്ടുവീഴ്ച കാണിക്കുകയില്ല. അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കുന്നവരുണ്ട് എങ്കിൽ തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കുന്നവരുടെ വിവാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിനാരോടെങ്കിലും പകയോ അസൂയയോ അതുപോലെ തന്നെ ഉണ്ട് അത്തരത്തിൽ പകയും വിദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അതുകൊണ്ട് മനസ്സ് എന്നത് അത് ശുദ്ധമാക്കി റമദാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായി സഹോദരങ്ങളെ, നന്മകൾക്ക് കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. തിരക്കുകളിൽപ്പെട്ട് ജോലിയുടെ തിരക്കുകളിൽ അതുപോലെ ദുനിയാവിന്റെ മറ്റ് കാര്യങ്ങളിൽപ്പെട്ട് റമദാനിൽ നന്മകൾ ചെയ്യാൻ കഴിയാത്തവരായി മാറിപ്പോകരുത്. നമ്മൾ റമദാനിൽ തിരക്ക് കൂടുന്ന കച്ചവടക്കാരുണ്ട്. അവർ മനഃപൂർവ്വം സമയം കണ്ടെത്താൻ ശ്രമിച്ചില്ല എങ്കിൽ ഈ വരുന്ന റമദാനും നമുക്ക് നഷ്ടമായി പോകും. റമദാനിന് വേണ്ടി സമയം എന്നത് അത് ക്രമീകരിക്കാൻ ഇന്ന് തന്നെ അതിനൊരു സമയക്രമീകരണം നമ്മൾ ആരംഭിക്കണം. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. റമദാനിന്റെ ഇന്ന ദിവസം ഇന്ന കർമ്മങ്ങൾ, ഇത്ര പേജ് ഖുർആൻ പാരായണം, ഇങ്ങനെ ഓരോ ക്രമീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. മിക്ക ജനങ്ങളും അശ്രദ്ധരായ കാര്യമാണ് അവരുടെ സമയവും എന്നത്, ഒഴിവു സമയം എന്നത്. പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം പേരും വഞ്ചിതരാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ത്? നമ്മുടെ ആരോഗ്യം എന്നത്, ആരോഗ്യാവസ്ഥ. ആ ആരോഗ്യാവസ്ഥ എന്നത് രോഗം പിടിപെടുന്നതിന് മുമ്പുള്ള നിയമത്താണ്. ആ നിയമത്തിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തിരക്ക് പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒഴിവു സമയങ്ങൾ, അത് രണ്ടും ഈ റമദാനിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ, നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റമദാനിൽ ചെയ്തു തീർക്കാവുന്ന നന്മകൾക്കായി ഒരു മുന്നൊരുക്കം, അതിന്റെ സമയക്രമീകരണം നടത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചാറ്റ് റൂമുകളിലും അതുപോലെ തന്നെ ടെലിവിഷന് മുന്നിലും മൊബൈൽ ഗെയിമുകളിലും അങ്ങനെ അനാവശ്യമായി സമയം ചെലവഴിക്കുന്ന എത്രയോ യുവതീവാക്കളെ കാണാൻ സാധിക്കും. അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നെറ്റ് ഉപയോഗം എന്നത് അത് അനുവദനീയവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഉദാഹരണമായി ഇസ്ലാമികമായ സൈറ്റുകൾ ധാരാളമുണ്ട്. അത്തരം സൈറ്റുകളെ നമ്മളായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ലേഖനങ്ങൾ വായിക്കാൻ, നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളെ, ജമീൻ ആപ്പിലെ പോലുള്ള സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ സമയത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സമയത്തിനെയും സമ്പത്തിനെയും ആയുസിനെയും എല്ലാം ക്രമീകരിക്കാൻ സാധിക്കണം. സമയ വിനിയോഗത്തിന് ഒരു പ്രത്യേകം ചാർട്ട് തയ്യാറാക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുമെന്നത് നാം മനസ്സിലാക്കണം. ഈ വർഷം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരീക്ഷാ സമയമാണ് റമദാൻ എന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ പഠന സമയത്തിൽ ആ സമയത്തിനിടയിൽ നന്മകൾ ചെയ്യാൻ, തറാവീഹ് നമസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം സമയം കണ്ടെത്തണം. പഠനത്തിന്റെ തിരക്കിൽ അതിന് മാത്രം ശ്രദ്ധ ചെലുത്തി റമദാനിൽ ഒന്നും നേടാത്തവരായി മാറരുത്. അങ്ങനെ അല്ലാഹുവിനെ നമ്മൾ സഹായിച്ചാൽ നമ്മൾ അറിയാത്ത രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമെന്ന ആ ഒരു വാഗ്ദാനം നമ്മൾ മറന്നു പോകരുത്. ആറാമതായി പ്രിയമുള്ളവരെ, സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. റമദാൻ ആരാധനയുടെ മാസമാണ്. അതുകൊണ്ട് ആ ആരാധനകളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുകയും സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഷോപ്പിങ്ങുകൾ എന്നത്. അപ്പൊ റമദാനിന്റെ രാത്രികളിൽ ഷോപ്പിംഗ് മാളുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെ മറ്റ് ചെലവഴിച്ച് ആ റമദാനിന്റെ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യേകിച്ചും നമ്മുടെ അങ്ങാടികളിൽ റമദാനിന്റെ പകലിൽ ഇറങ്ങിച്ചെന്നാൽ
പുരുഷന്മാരെക്കാളും അങ്ങാടികൾ ചെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് നമ്മുടെ സ്ത്രീകളെ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ റമദാനിലൊക്കെ അങ്ങനെ ആയിരുന്നു. അത് പ്രിയമുള്ള സ്ത്രീകളെ, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ഒഴിവാക്കണം. റമദാനിന്റെ രാപ്പകലുകൾ എന്നത് അത് ഷോപ്പിംഗ് മാളുകൾക്കും സൂപ്പർ മാർക്കറ്റുകളിലും ചുറ്റി തിരിഞ്ഞ് സമയം കളയാനുള്ളതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. സാധ്യമാവുമെങ്കിൽ ആവശ്യമായ വസ്തുക്കൾ അത് റമദാനിന്റെ മുമ്പ് തന്നെ അത് വാങ്ങിവെക്കുവാൻ നമ്മൾ അതിനുള്ള സമയം, അതിനുള്ള സമ്പത്തൊക്കെ നമ്മൾ കണ്ടെത്തണം. പെരുന്നാളിലേക്കുള്ള വസ്ത്രം വാങ്ങുന്ന ആളുകൾ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ഏറ്റവും നന്മകൾക്ക് പ്രതിഫലമുള്ള ആ അവസാനത്തെ പത്ത് പോലും പള്ളികൾ കാലിയാവുകയും അങ്ങാടികൾ തിരക്കുകൂടുകയും ചെയ്യുന്നത് കാണാറുണ്ട്. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ മുന്നേ, റമദാനിന്റെ മുന്നേ അത് വാങ്ങിവെക്കാൻ സാധിക്കണം. അതോടൊപ്പം സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ വിദഗ്ധം പാലിക്കുകയും റമദാനിന്റെ രാവുകൾ ഭക്ഷണത്തിന്റെ ഉത്സവമാക്കി അനാവശ്യമായി ചെലവഴിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. ധാരാളക്കണക്കിന് ഭക്ഷണം വാങ്ങി ആ ഭക്ഷണത്തിന്റെ ഒരു മാസമാക്കി മാറ്റുന്ന ആളുകളായി മാറരുത്. പലർക്കും വർഷത്തിലെ ഏറ്റവും ചിലവ് കൂടിയ മാസം അത് റമദാനായി മാറാറുണ്ട്. അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. ഏഴാമതായി പ്രിയമുള്ളവരെ, റമദാൻ എന്നത് ദാനധർമ്മങ്ങൾക്ക് ഊന്നൽ നൽകാൻ സാധിക്കണം. റമദാൻ നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദാനധർമ്മങ്ങൾക്കാണ്. അനാവശ്യമായി ചെലവഴിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ ധാരാളമായി സ്വതക്ക നൽകാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പള്ളി നിർമ്മിക്കാൻ, മദ്രസകൾ നിർമ്മിക്കാൻ, ഇങ്ങനെ സ്വതക്കകൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് സമ്പത്ത് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് റമദാൻ കിറ്റുകൾ നൽകേണ്ട ആളുകൾക്ക് അത് കണ്ടെത്തി നൽകുവാനൊക്കെ നമ്മൾ അവരെ മറന്നു പോകരുത്. അവരെ, പാവപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ സഹായിക്കാൻ സാധിക്കണം. സ്ഥിരമായ റമദാനിൽ സകാത്ത് നൽകുന്നവർ അത് കൃത്യമായി കണക്കുകൂട്ടി അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 ദിനത്തിൽ അവർക്ക് അവരുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കും. എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്? ഓരോ വ്യക്തിക്കും അവരുടെ ദാനധർമ്മങ്ങളുടെ സമന്വയമായിരിക്കും. അവർ പ്രയാസം കേൾക്കുമ്പോൾ നമ്മൾ സ്വതക്ക നൽകിയിട്ടുണ്ട് എങ്കിൽ ആ 5 ദിനത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ നൽകുന്നത് നമ്മുടെ സ്വതക്കയുടെ ആ ഒരു സമന്വയമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ വിശ്വസിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റമദാനിൽ ഏറെ പുണ്യമുള്ള കാര്യമാണ് റമദാനിലെ ഉംറ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഉംറതൻ ഫീ റമദാന തഖ്ദീ ഹജ്ജതൻ മഅയ്യ. റമദാനിലെ ഉംറ എന്നത് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൽ ഉംറ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ആളുകൾ, അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉംറയുടെ ഉദ്ദേശമുണ്ട് എങ്കിൽ അത് റമദാനിൽ ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ റമദാനിന് തയ്യാറെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളോടൊപ്പം നമ്മുടെ കുടുംബവും റമദാനിൽ വരവേൽക്കാൻ അവരെ പ്രേരിപ്പിക്കണമെന്നതാണ്. നരകത്തിന്റെ ആ അഗാധമായ ഗർത്തത്തിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാം അതിൽ രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാര. നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികളുടെ മനസ്സിൽ റമദാനിനെ കുറിച്ച് ആദരവുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ റമദാനിനെ അവരെ പ്രോത്സാഹനം നടത്തുകയും ചെയ്യണം. മത്സരങ്ങളും സമ്മാനങ്ങളുമായി ചെറിയ കുട്ടികളെ നോമ്പിനെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ ഭാര്യമാർക്ക് അവരുടെ റമദാനിന്റെ ആരാധനകൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വീട്ടുജോലികളിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും സഹായപ്പെടുകയും
അതിന് അവരെ സഹായിക്കുന്ന ആളുകളായി മാറണം. അങ്ങനെ കുടുംബക്കാരെ നോമ്പിന് പരമാവധി നന്മകൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്ന രീതിയിൽ അവരെ അതിന് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പത്താമതായി സഹോദരങ്ങളെ, ഖുർആൻ പാരായണം, അതിന്റെ പഠനം, ഖുർആൻ റമദാനും തമ്മിലുള്ള ബന്ധം അത് അഭേദ്യമായ ബന്ധമാണ് എന്ന് പറയേണ്ടതില്ല. കാരണം റമദാനിൽ ഖുർആനിന്റെ പാരായണം, അതിന്റെ പഠനം, അതിന്റെ പ്രത്യേകമായി പ്ലാനിങ്ങോട് കൂടിയായിട്ട് റമദാനിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. ഓരോരുത്തരുടെയും സമയലഭ്യതയും സാഹചര്യം അനുസരിച്ച് പരമാവധി ഖത്ം തീർക്കാൻ ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. റമദാനിൽ ഓരോ നമസ്കാരത്തിന് ശേഷവും ഒരു ജൂസ് ഓതിക്കഴിഞ്ഞാൽ 5 തവണ പരിശുദ്ധ ഖുർആൻ റമദാനിൽ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. 5 ഖത്ം തീർക്കാൻ സാധിക്കും. 3 നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ ജൂസും നമുക്ക് ഓതി തീർക്കാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ 3 തവണ ഖുർആൻ റമദാനിൽ ഓതി തീർക്കാൻ സാധിക്കും. ഇനി അതിനൊന്നും കഴിയില്ല എങ്കിൽ ഖുർആൻ ഓരോ വക്തുകൾക്കും ശേഷം 4 തവണ ഓതിയാൽ, ഓരോ വക്തുകൾക്ക് ശേഷവും ഓരോ തവണ, അങ്ങനെ 5 തവണ ഓതിയാൽ, ഓരോ തവണ ഓതുമ്പോഴും 4 പേജ് വീതം നമ്മൾ ഓതുകയാണെങ്കിൽ 5 × 4 20 പേജ് നമ്മൾ ഓതി തീർക്കുകയാണ്. 20 പേജാണ് ഖുർആനിലെ ഒരു ജുസ്. അങ്ങനെ ഒരു ദിവസം 20 പേജ് ഓതി തീർക്കുകയാണെങ്കിൽ റമദാനിന്റെ അവസാനമാകുമ്പോഴേക്കും 30 ജുസും ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരു ദിവസം തന്നെ ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 30 റമദാനിൽ 30 ദിവസവും 30 തവണ ഖുർആൻ ഓതി തീർക്കുന്ന മുൻഗാമികൾ നമുക്കുണ്ടായിരുന്നു. അതുപോലെ അവരുടെ അടുത്തെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഖുർആനുമായുള്ള ബന്ധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയെല്ലാം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടി ആ റമദാനിനെ പൂർണ്ണാർത്ഥത്തിൽ മുതലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ അനേകം പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ. അതെല്ലാം മുറ്റുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, കൊള്ളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നാളെ ആർഷിന്റെ സമയത്തിൽ എനിക്ക് കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അവരെ ഇഷ്ടവും സന്തോഷവും വാങ്ങുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കിക്കൊടുക്കണം റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ ആ ബാധ്യതകൾ ഹലാലായ രീതിയിൽ അത് കൊടുത്തു കൂട്ടുവാനുള്ള മാർഗവും സാഹചര്യവും നീ ഒരുക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളും വേദനകളുമെല്ലാം നീ അകറ്റി കൊടുക്കണേ. അവർക്ക് ശിഫ നൽകുന്ന റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകൾക്കും വേദനകൾക്കുമെല്ലാം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യണ റഹ്മാനെ. പകരം സ്വർഗം നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ അവരെല്ലാം ഇന്ന് ഖബറിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا